വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഇതേ ഘട്ടമെങ്കിൽ 2011 ലോകകപ്പിൽ ധോണി മുന്നോട്ട് ഇറങ്ങി വന്ന പോലെ ധൈര്യപൂർവ്വം സൂര്യകുമാർ യാദവ് വരിക, ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വലിയ സ്കോർ നേടുന്നില്ല. ഇതേപോലെ ഇന്ന് വരിക, ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിച്ചാൽ തന്നെ കളി മാറ്റിമറിക്കാൻ കഴിയും. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യും. സ്വാഭാവികമായിട്ട് 8ാമത് വരെ വരുന്ന ആൾക്കാർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ ടോപ്പ് ഓർഡർ പൊട്ടിത്തെറിക്കുക തന്നെ വേണം. അത് ഇന്നത്തെ കളിയോട് കൂടി സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ ഘടകം എന്നുള്ളത്. മറുഭാഗത്തേക്ക് പോയാലേ ഈ ബെന്നറ്റിൻ്റെ കാര്യവും സിക്കന്ദർ റാസിൻ്റെ കാര്യം കൂടി നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. 3000 റൺസ് T20 3000 റൺസ് 100 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ താരം മാത്രമായിരിക്കുകയാണ് സിക്കന്ദർ റാസ എന്ന് പറയുന്നത്. അതായത് ബെന്നറ്റ് ആകട്ടെ അദ്ദേഹത്തിന് 3 റൺസിനാണ് ഇന്നത്തെ ഒരു അർഹിച്ച സെഞ്ചുറിയാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ മത്സരത്തിൽ ടോപ്പ് സ്കോർ ആവുക ബെന്നറ്റ് ആയിരിക്കും. എന്തായാലും അദ്ദേഹം പ്രതീക്ഷ അഭിഷേകം മോശമാക്കിയെന്നല്ല, ബെന്നറ്റ് പ്രതീക്ഷ കാത്തു എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ കാത്തു. നന്നായിട്ട് ബോൾ ചെയ്യുമ്പോൾ ബെന്നറ്റ് അടിക്ക് സെഞ്ചുറിയോളം പോകുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാന്ന്. പിന്നെ ഇന്നത്തെ കളിയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നത്തെ കളിയിൽ ഒരു ഘട്ടത്തിൽ, അതായത് 9 മണിയോടുകൂടി, അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് ബാറ്റിംഗ് അവസാനിച്ചതോടുകൂടി തന്നെ സിംബാബ്വെ മത്സരം വിട്ടതുപോലെയാണ് തോന്നി. കാരണം ഒരു ഘട്ടത്തിലും അവർ ജയിക്കണമെന്നുള്ളൊരു ഇൻറ്റൻറ്റോടുകൂടി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല കളി കണ്ട ഘട്ടങ്ങളിലൊന്നും. അതായത് പവർ പ്ലേയിൽ അവർക്ക് 48 റൺസോളം വന്നു എങ്കിൽ പോലും അതിനുശേഷം അവർ ഒരു വിക്കറ്റുകൾ ധാരാളം കയ്യിലിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു ആക്രമണത്തിന് മുതിർന്നില്ല എന്നുള്ളത്. വലിയ സ്കോർ പിന്തുടരുന്ന സാഹചര്യത്തിൽ പോലും 10 ഓവർ പിന്നിട്ട് കഴിഞ്ഞിട്ട് പോലും അവരൊന്ന് ഗിയർ മാറ്റാൻ ആക്സിലേറ്റർ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ സമീപനത്തിൽ വന്ന ആ പോരായ്മ എന്തുകൊണ്ടാണ് അവർക്ക് നേരത്തെ MSK കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവർക്ക് സൂപ്പർ 8 ഈ ലോകകപ്പിന് സൂപ്പർ 8 വന്നത് തന്നെ അവരെ സംബന്ധിച്ച് ബോണസാണ് എന്നുള്ള ഒരു സമീപനത്തിലേക്ക് അവർ പോയി. അത് മാത്രമാണ് എനിക്ക് ആ ടീമിനെ കുറിച്ച് ഒരു പരാതിയായിട്ട് പറയാനുള്ളത്. ഇത്രയും മത്സരത്തിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ അവരുടെ ബൗളർമാർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നത്. അത് ശരിക്കും അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടണം എന്നുള്ളതാണ്. കാരണം ഈർപ്പം നിറഞ്ഞ ഒരു പിച്ചായിരിക്കും. പക്ഷേ ചെപ്പോക്കിൽ ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് മത്സരങ്ങളിൽ മുഴുവൻ ആദ്യം ബാറ്റ് ചെയ്ത ടീമുകളാണ് വിജയിച്ചിട്ടുള്ളത്. അതായിരിക്കും സിക്കന്ദർ റാസ എടുക്കാനുള്ള ഒരു കാരണം. എന്നാലും അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം അതാണ്. പിന്നെ അവരുടെ ബൗളർമാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും, ബാറ്റ്സ്മാർക്ക് അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് എടുത്താൽ അത് കിട്ടുന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നിര അതിന് ഒട്ടും സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, കളിക്കാത്തവരെല്ലാവരും കളിച്ചു എന്നുള്ള, കളിക്കാത്ത എല്ലാ താരങ്ങളും ഇന്ന് നന്നായിട്ട് കളിച്ചു. അത് എല്ലാവർക്കുമുള്ള ഒരു പ്രതീക്ഷയും. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു മത്സരം അത് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം അടുത്ത മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസാണ്. വലിയ ഒരു സമ്മർദ്ദങ്ങളുടെ ഒരു ആവശ്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.